നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2 ദിവസങ്ങളിലായി നടന്ന പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുട നേർച്ചയ്ക്ക് സമാപനം. ആയിരങ്ങളാണ് നേർച്ചയുടെ ഭാഗമായി മണത്തലയിലേക്ക് ഒഴുകിയെത്തിയത്. ബസ്സിലേക്ക് ഓടിക്കയറുന്നതിനിടെ കാൽവഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ടക്ടർ മരിച്ചു. എളവള്ളി പറക്കാട് സ്വദേശി പറങ്ങനാട്ട് പീതാംബരൻ മകൻ 39 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം തൃശൂർ കല്ലുംപുറം റോഡ് ടാറിങ്ങും കുന്നംകുളം ജംഗ്ഷൻ വികസനവും ഉടൻ ആരംഭിക്കാൻ ധാരണ. ഇത് സംബന്ധിച്ച് AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ KSTP, KRFB ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പ് തല മേധാവികളുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം. വിശദമായ വാർത്തയിലേക്ക്. 2 ദിവസങ്ങളിലായി നടന്ന പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുട നേർച്ച സമാപിച്ചു. ആയിരങ്ങളാണ് നേർച്ചയുടെ ഭാഗമായി മണത്തലയിലേക്ക് ഒഴുകിയെത്തിയത്. 27 രാവിലെ 6 മണിക്ക് ചാവക്കാട് സെന്ററിൽ നിന്നും പ്രചോദിയുടെ ആദ്യ കാഴ്ചയോടുകൂടിയാണ് നേർച്ചയ്ക്ക് തുടക്കമായത്. തുടർന്ന് 15ഓളം കാഴ്ചകൾ പള്ളിയങ്കണത്തിലെത്തി. ചാലഞ്ചേഴ്സ് ഐനിപ്പള്ളിയുടേതായിരുന്നു അവസാന കാഴ്ച. 2ാം ദിവസമായ ചൊവ്വാഴ്ച തെക്കഞ്ചേരിയിൽ നിന്ന് ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചകളിൽ ഒന്നായ താബൂത്ത് കാഴ്ച ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി ജാറമംഗണത്തിൽ സമാപിച്ചു. തുടർന്ന് 3 ദേശങ്ങളിൽ നിന്നെത്തിയ കൊടികയറ്റ കാഴ്ചകൾ 12 മണിയോടെ പള്ളിയങ്കണത്തിലെത്തി കൊടിയേറ്റം നിർവഹിച്ചു. വൈകിട്ട് 6 മണിക്ക് പള്ളിത്താഴം, ബ്ലാങ്ങാട് ബീച്ച്, പുത്തൻകടപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും കാഴ്ചകളെത്തി. 30ഓളം കാഴ്ചകളാണ് പള്ളിയങ്കണത്തിലെത്തിയത്. മെഹ്റലി നഗറിൽ നിന്ന് പുറപ്പെട്ട HMC കാഴ്ച ബുധനാഴ്ച പുലർച്ചെ പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നതോടെയാണ് നേർച്ചയ്ക്ക് സമാപനമായത്. 30ഓളം ഗജവീരന്മാരും 2 ദിവസങ്ങളിലായി നടന്ന നേർച്ചയാഘോഷങ്ങളിൽ അണിനിരന്നിരുന്നു. വിവിധ വാദ്യമേളങ്ങളും ദഫ്, അർബനമുട്ട്, കോൽക്കളി, മുട്ടുംവിളി, നാസിക് ഡോൾ, ദീപാലങ്കൃത വാഹനങ്ങൾ എന്നിവ നേർച്ചയാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഫാൻസി വെടിക്കെട്ടുമുണ്ടായിരുന്നു. ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായി ചാവക്കാട് SHO വിപിൻ K വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ 100ഓളം പോലീസുകാരെയും RRFന്റെ സേവനവും മഫ്തിയിലും പോലീസിനെയും വിന്യസിച്ചിരുന്നു. ചാവക്കാട് നഗരസഭ ഹരിതകർമ്മസേനാംഗങ്ങളും ശുചീകരണ വകുപ്പ് തൊഴിലാളികളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മണത്തല നേർച്ച കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പള്ളിയും പരിസരവും വൃത്തിയാക്കി ചാവക്കാട് നഗരസഭ. ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമത്തിൽ അതിവേഗം പള്ളി പരിസരം മാലിന്യവിമുക്തമാക്കാനായി. 2 ദിവസങ്ങളിലായി നടന്ന 10,000-കണക്കിന് പേർ എത്തിച്ചേർന്ന നേർച്ചയാഘോഷ ചടങ്ങുകൾ സമാപിച്ച ഉടൻ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘമെത്തി. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന, വ്യാപാര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ജനപ്രതിനിധികൾക്കൊപ്പം കൈകോർത്തപ്പോൾ അതിവേഗം ദൗത്യം പൂർത്തിയാക്കാനായി. ജൈവ അജൈവ മാലിന്യങ്ങളുടെ വലിയ ശേഖരം തന്നെയാണ് സ്ഥലത്തുണ്ടായിരുന്നത്. എന്നാൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാലിന്യ നീക്കം അതിവേഗം പൂർത്തീകരിക്കാൻ സാധിച്ചതിന്റെ ആത്മസംതൃപ്തിയിലാണ് ശുചീകരണത്തിനിറങ്ങിയവർ. മണത്തല പള്ളി പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് ബി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആസിയ CM, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവപ്രസാദ് PK എന്നിവർ മേൽനോട്ടം വഹിച്ചു. നഗര ശുചീകരണത്തിൽ മുഴുവൻ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാകണമെന്നും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി ആകാശ് MS അറിയിച്ചു. ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തവർക്ക് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് നന്ദി പറഞ്ഞു. ബസ്സിലേക്ക് ഓടിക്കയറുന്നതിനിടെ കാൽ വഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ടക്ടർ മരിച്ചു. എളവള്ളി പറക്കാട് സ്വദേശി പറങ്ങനാട്ട് പീതാംബരൻ മകൻ 39 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. ഗുരുവായൂർ മറ്റം തൃശൂർ റൂട്ടിലോടുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടറാണ്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ എളവള്ളി കടവല്ലൂർ ബസ് സ്റ്റോപ്പിലായിരുന്നു അപകടം. യാത്രക്കാർ കയറിയതിനു ശേഷം ബസിന്റെ മുൻവാതിലിൽ ഓടിക്കയറിയതായിരുന്നു. പെട്ടെന്ന് കാൽ വഴുതി വീണതിനെ തുടർന്ന് ബസിന്റെ പിൻചക്രം ധനേഷിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. ഗുരുതര പരിക്കേറ്റ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 6 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. സന്ധ്യ ഭാര്യയും വൈഷ്ണവി, വൈഗ എന്നിവർ മക്കളുമാണ്.
നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം തൃശൂർ കല്ലുംപുറം റോഡ് ടാറിങ്ങും കുന്നംകുളം ജംഗ്ഷൻ വികസനവും ഉടൻ ആരംഭിക്കാൻ ധാരണ. ഇത് സംബന്ധിച്ച് AC മൊയ്തീൻ MLA അധ്യക്ഷതയിൽ കുന്നംകുളം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ KSTP, KRFB ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പുതല മേധാവികളുടെയും സംയുക്ത യോഗത്തിലാണ് റോഡ് ടാറിങ്ങും ജംഗ്ഷൻ വികസനവും ആരംഭിക്കാൻ തീരുമാനിച്ചത്. റോഡ് ടാറിംഗ് KSTPയുടെയും ജംഗ്ഷൻ വികസനം KRFBയുടെയും ഉത്തരവാദിത്വത്തിലാണ് പൂർത്തീകരിക്കുക. റോഡ് ടാറിംഗ് പെരുമ്പാവൂർ കേന്ദ്രമായ EKK കമ്പനിയും ജംഗ്ഷൻ വികസനം മലബാർ ടെക് കമ്പനിയുമാണ് ഏറ്റെടുത്ത് നിർവഹിക്കുന്നത്. റോഡ് ടാറിംഗും കുന്നംകുളം ജംഗ്ഷൻ വികസനവും അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കാൻ 2 കരാറുകാരും തീരുമാനിച്ചു. റോഡ് ടാറിംഗിനും ജംഗ്ഷൻ വികസനത്തിനും അനുബന്ധമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വാട്ടർ അതോറിറ്റിയും KSEBയും ഒരുക്കി നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. തൃശൂർ മുതൽ കല്ലുംപുറം വരെയുള്ള ജില്ലയിലെ റോഡ് വികസനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കുന്നത്. കുന്നംകുളം ജംഗ്ഷനിലെ പട്ടാമ്പി ഗുരുവായൂർ വടക്കാഞ്ചേരി തൃശൂർ റോഡുകൾ ജംഗ്ഷനിൽ നിന്നും 500 മീറ്റർ നീളത്തിൽ 18.5 മീറ്റർ വീതിയിലാണ് പുനർനിർമ്മിക്കുക. തൃശൂർ കല്ലുംപുറം വരെ 4 ഭാഗങ്ങളായി തിരിച്ചാണ് റോഡ് ടാറിംഗ് നടപ്പിലാക്കുക. മെയ് മാസത്തോടെ 1ാം ഘട്ട ടാറിംഗ് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് EKK പ്രൊജക്ട് മാനേജർ ശ്രീരാഗ് പറഞ്ഞു. ചൂണ്ടൽപ്പാടത്ത് 30 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ റോഡ് ടാറിംഗ് പൂർത്തീകരിക്കും. ഇവിടെ 6 കലുങ്കുകൾ പുനർനിർമ്മിക്കും. നിലവിലുള്ള റോഡ് ചില ഭാഗങ്ങളിൽ വീതി കൂടിയും ചില ഭാഗങ്ങളിൽ നിലവിലുള്ള വീതിയിലുമായിരിക്കും ടാറിംഗ് പൂർത്തീകരിക്കുക. ടാറിംഗ് ജോലികൾ നടക്കുമ്പോൾ വാഹനഗതാഗതം പല ഭാഗങ്ങളിലായി തിരിച്ചുവിടേണ്ടി വരുമെന്ന് AC മൊയ്തീൻ MLA പറഞ്ഞു. റോഡ് ടാറിംഗിനും കുന്നംകുളം ജംഗ്ഷൻ വികസനത്തിനും കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് MLA സൂചിപ്പിച്ചു. ഇവിടെ വികസനത്തിനെതിരായി നിൽക്കുന്ന സമീപനം ഒരു ഭാഗത്തുമല്ല. എല്ലാവരും ഇവരും കൗൺസിലർമാരും ഞങ്ങളെല്ലാവരും കൂടി നിന്ന് കഴിഞ്ഞ ദിവസം 400ഓളം ആളുകളായി വന്നിരുന്നു. ഇതിൻ്റെ ഈ വർക്കിനെയൊക്കെ ബാധിക്കുന്ന ആളുകൾ. അപ്പോൾ ഒരു സ്ഥലത്തുമില്ലാത്ത പോസിറ്റീവായ ഒരു സമീപനം ഈ വർക്കുകളെ കുറിച്ചുകൂടി. ഏതെങ്കിലും പ്രശ്നങ്ങൾ വർക്ക് തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഉണ്ടായിക്കൂടാന്നില്ലോ. അപ്പോൾ നമുക്ക് സങ്കീർണമാക്കാതെ നമുക്ക് ഒരുമിച്ചിരിക്കുകയും ചെയ്യാം, പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യാം. വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ കരാറുകാരുമായി ചർച്ച ചെയ്ത് സമയബന്ധിതമായി പരിഹരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. മഴയ്ക്ക് മുമ്പ് മഴുവഞ്ചേരി ചൂണ്ടൽ റോഡ് ടാറിംഗും ജൂണിൽ കുന്നംകുളം ജംഗ്ഷൻ വികസനവും പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, KSTP ചീഫ് എഞ്ചിനീയർ അൻസാർ, KRFB ചീഫ് എഞ്ചിനീയർ അശോക് കുമാർ, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, കൌൺസിലർമാരായ ലബീബ് ഹസൻ, ബിജു C ബേബി, കരാറുകാർ, വാട്ടർ അതോറിറ്റി, KSEB ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. MLA വിളിച്ചിട്ടും സിറ്റി ഗ്യാസ് പദ്ധതി നടത്തിപ്പുകാരായ അദാനി കമ്പനി ഉദ്യോഗസ്ഥരും BSNL അധികൃതരും യോഗത്തിൽ പങ്കെടുത്തില്ല. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആവശ്യമായ സ്പോർട്സ് സാമഗ്രികൾ വാങ്ങുന്നതിനായുള്ള ഫണ്ട് വിതരണം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. കായിക ഉപകരണങ്ങളുടെയും സാമഗ്രികളുടെയും കുറവ് കായിക പരിശീലനത്തിന് തടസ്സമാകുന്നതായി ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ കളക്ടറെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കളക്ടർ നീറ്റ ജലാറ്റിൻ കമ്പനി അധികൃതരെ ബന്ധപ്പെട്ട് അവരുടെ CSR ഫണ്ടിൽ നിന്നുമാണ് കായിക സാമഗ്രികൾ വാങ്ങുന്നതിനായി 2,20,000 രൂപ അനുവദിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ചെക്ക് കൈമാറി. PTA പ്രസിഡന്റ് ഷീബ രാജേഷ് ചടങ്ങിന് അധ്യക്ഷയായി. വാർഡ് മെമ്പർ MK ജോസ്, SMC ചെയർമാൻ VS ശ്രീജൻ, പ്രിൻസിപ്പാൾ ഷീബ ജോസ്, പ്രധാനാധ്യാപിക ബീന C ജേക്കബ്, നീറ്റ് ജലാറ്റിൻ കമ്പനി ജനറൽ മാനേജർ പോളി സെബാസ്റ്റ്യൻ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി CR വർഗീസ്, PTA അംഗം റോബർട്ട് ആൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. ചെക്ക് കൈമാറും. അതിനുശേഷം സ്കൂളിന്റെ PT ടീച്ചേഴ്സും കൂടെ ചേർന്നിട്ട് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. ഇതൊരു പ്രിലിമിനറി ആയിട്ടുള്ളതാണ്. നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഇനീഷ്യലായിട്ട് എങ്ങനെ പോകുന്നുണ്ടെന്ന് നോക്കാം. വരും വർഷങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന കുറേ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. മർത്തങ്കോട് സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കിടങ്ങൂർ പാടശേഖരത്തിൽ 1/2 ഏക്കർ വരുന്ന വയലിലാണ് കുട്ടികൾ നെൽകൃഷി ചെയ്തത്. അധ്വാനത്തിന്റെ മഹത്വം എന്താണെന്ന് പഠിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് നമ്മുടെ കുഴപ്പമുണ്ടായത്. പഠനത്തിന്റെ കുഴപ്പം അതാണ്. അപ്പൊ ആ അധ്വാനത്തിന്റെ മഹത്വം എന്താണ് എന്ന് പറയാതെയാണ് കുട്ടികളെ പത്തായമാണ് പെറുന്നത്, ചക്കിയാണ് കുത്തുന്നത്, അമ്മയാണ് വെക്കുന്നത്, നമുക്ക് ഉണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് കുട്ടികൾ പോയില്ലേ. 10,000 പൂർവ്വോ ടീച്ചർമാരോട് ചോദിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, എനിക്ക് സംശയമൊന്നും ഉണ്ടായി. അപ്പോൾ മാർക്ക് കിട്ടാൻ വേണ്ടി 10,000 പേരില്ലെങ്കിൽ പോലും ഞാൻ എഴുതി വെച്ചു. അതാണ്. അപ്പം 10,000 അല്ല പെറുന്ന അധ്വാനമാണ് പെറുന്നത് അല്ലേ സത്യത്തിൽ. ഞാറു നട്ടതും വളമിട്ടു പരിപാലിച്ചതും വിദ്യാർത്ഥികളാണ്.
PTA, SMC, OSA എന്നീ സമിതികളുടെ സഹകരണത്തോടെയാണ് കൃഷി നടപ്പിലാക്കിയത്. നെല്ല് അരിയാക്കി പ്രദേശത്ത് വിൽപ്പന നടത്തുവാനും ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാനുമാണ് സ്കൂളിന്റെ തീരുമാനം. ഇതിനായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ തുണിസഞ്ചിയുടെ കൈമാറ്റവും MP നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ചടങ്ങിന് അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ്, SMC ചെയർമാൻ ശങ്കരനാരായണൻ, MPTA പ്രസിഡന്റ് സുനിത അജി, പ്രിൻസിപ്പാൾ V സ്മിത, ഹെഡ് മിസ്ട്രസ് KK രശ്മി, പാടശേഖര സമിതി കൺവീനർ K വിജയൻ, പ്രോഗ്രാം ഓഫീസർ NA വിനീത തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഭിന്നശേഷി കലാമേള സർഗോത്സവം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ സിനിമാ താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ ICDS സൂപ്പർവൈസർ ഷീജ പദ്ധതി വിശദീകരണം നടത്തി. ഷെജീന ഗുരുവായൂരിന്റെ കവിതാ സമാഹാരമായ ചിറകൊച്ചകൾ എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, സായിനാഥൻ, കൗൺസിലർ KP ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സര പരിപാടികളിൽ വിജയിച്ച ഭിന്നശേഷി കുട്ടികൾക്കായി സമ്മാന വിതരണവും നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്വാഗതവും സെക്രട്ടറി H അഭിലാഷ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കടവല്ലൂർ പഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തെ കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. 20 വാർഡുകളിലുമായി നടന്ന വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും വന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് പഞ്ചായത്തിന്റെ സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള 6,12 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കരട് പദ്ധതിയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വൈസ് പ്രസിഡന്റ് CA ഫൗസിയയുടെ അധ്യക്ഷതയിൽ നടന്ന വികസന സെമിനാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ കരട് പദ്ധതി രേഖ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാലിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പുളയ്ക്കൽ, ബിന്ദു ധർമ്മൻ, പ്രതിപക്ഷ പ്രതിനിധി രാജേഷ്, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ, വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻമാർ, സാമൂഹിക രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പുന്നൂക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം വർണ്ണാഭമായി. രാവിലെ മുതൽ വേല മഹോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക പൂജകളുണ്ടായി. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ വാദ്യമേളങ്ങളോടും തെയ്യം, തിറ, കരിങ്കാളി, മൂക്കൻചാത്തൻ, കാവടി, പ്രാചീന കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടിയാണ് വേല മഹോത്സവം ക്ഷേത്രത്തിലെത്തിയത്. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി പെരുമ്പുള്ളി സജിത്ത് ചങ്ങരംകുളം നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് നിഷാദ് കരുമത്തിൽ, സെക്രട്ടറി അശോകൻ വെള്ളമാക്കൽ, രവി പൊന്നമ്പത്ത്, ജിഷ്ണു ചെറുവത്താട്ടയിൽ, സുമിത്ത് വെള്ളമാക്കൽ, വിഷ്ണു ചെറുവത്താട്ടയിൽ, നിഖിൽ വെള്ളമാക്കൽ, വിനു പ്രാരത്ത്, ധർമ്മൻ കൊട്ടപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഉത്സവാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റു. പുന്നൂക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ രാത്രി 10ഓടെയായിരുന്നു സംഭവം. പരിക്കേറ്റവരെ കുന്നംകുളം ചാവക്കാട് താലൂക്ക് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിൽ തൃപ്പറ്റ് സ്വദേശിയുടെ മൂക്കിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. 2 ഉത്സവാഘോഷ കമ്മിറ്റികൾ തമ്മിൽ വാക്കുതർക്കവും ഉന്തും തള്ളും ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് പ്രശ്നം ശാന്തമാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സംഘർഷമുണ്ടായതെന്ന് പറയുന്നു. തൃശൂർ അതിരൂപതയിലെ വൈദികരുടെ സ്ഥലമാറ്റത്തിന്റെ പട്ടിക തയ്യാറായി. വികാരിമാർ, സഹവികാരിമാർ എന്നീ ചുമതലകൾ വഹിച്ചിരുന്ന വൈദികരെയാണ് സ്ഥലമാറ്റം നൽകി പുതിയ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഫാദർ ഫ്രാൻസിസ് ആളൂരിനെ വികാരിയായി നിശ്ചയിച്ചു. നിലവിൽ വികാരിയായിരുന്ന ഫാദർ ഷാജു ഊക്കനെ ചിറ്റിശ്ശേരി ഇടവകയുടെ വികാരിയായി ചുമതല നൽകി. ചൂണ്ടൽ സാന്തോം ഇടവക വികാരിയായിരുന്ന ഫാദർ സനോജ് അറങ്ങാശ്ശേരിയെ ക്രൈസ്റ്റ് വില്ല ഡയറക്ടർ
ആബ റിന്യൂവൽ സെന്റർ ഫിനാൻസ് ഓഫീസർ തുടങ്ങിയ ചുമതലകളിലേക്ക് മാറ്റിയപ്പോൾ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയറാണ് ചൂണ്ടൽ ഇടവകയുടെ പുതിയ വികാരി. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയം വികാരിയായിരുന്ന ഫാദർ ജോർജ് ചെറുവത്തൂർ നന്ദിപുലം നോർത്ത് ഇടവകയിലേക്ക് മാറിയപ്പോൾ ഫാദർ ജേസൺ മാറോക്കിയാണ് കൂനമുച്ചി ഇടവകയുടെ പുതിയ വികാരി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ സഹവികാരിയായിരുന്ന ഫാദർ ജോയൽ ചിറമൽ ചുമതല ഒഴിഞ്ഞപ്പോൾ പകരം ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കലിനെ സഹവികാരിയായി ചുമതലപ്പെടുത്തി. അതിരൂപതയിലെ 143 വികാരിമാർക്കാണ് പുതിയ ചുമതലകൾ നൽകിയിട്ടുള്ളത്. നവവൈദികർ ഉൾപ്പെടെ 64 സഹവികാരിമാർക്കും പുതിയ ചുമതലകൾ നിശ്ചയിച്ചിട്ടുണ്ട്. വടക്കേക്കാട് കൗക്കാനപ്പെട്ടിയിൽ അംഗപരിമിതനെ സഹോദരൻ മർദ്ദിച്ചതായി പരാതി. കൗക്കാനപ്പെട്ടി 52 വയസ്സുള്ള മച്ചിങ്ങൽ വിനോദ് കുമാറാണ് പരിക്കുകളോടെ വടക്കേക്കാട് CHCയിൽ ചികിത്സ തേടിയത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. മർദ്ദനത്തിൽ വിനോദ് കുമാറിന് ഇടത് കൈമുട്ടിനും മുഖത്തും തലയ്ക്കും പരിക്കുണ്ട്. ചുണ്ടുപൊട്ടി വായിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി നിരന്തരമായി സഹോദരൻ ഷാജൻ തന്നെ മർദ്ദിക്കാറുണ്ടെന്ന് വിനോദ് കുമാർ പറഞ്ഞു. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. വളരെ ചെറുപ്പത്തിൽ പനി പിടിച്ച് വലതുകാലിന് കൈക്കും തളർച്ച അനുഭവപ്പെട്ടയാളാണ് വിനോദ് കുമാർ. പഴഞ്ഞി കോട്ടോൾ ത്വഗ്രോഗാശുപത്രിയിലെ ഗാന്ധി പ്രതിമ ശോച്യാവസ്ഥയിൽ. പ്രതിമയുടെ നിറമെല്ലാം പോയ നിലയിലാണ്. കുഷ്ഠരോഗാശുപത്രിയായി പ്രവർത്തിക്കുമ്പോൾ 1992 ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത്. കുഷ്ഠരോഗാശുപത്രിയുടെ പ്രവർത്തനം നിലച്ചതോടെ പ്രതിമയും ആരും തിരിഞ്ഞു നോക്കാതെയായി. വർഷങ്ങൾക്ക് മുമ്പ് പ്രതിമയ്ക്ക് തകർച്ച നേരിട്ടതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. തുടർന്ന് അധികൃതർ പ്രതിമ അറ്റകുറ്റപ്പണി നടത്തി. ഇപ്പോൾ വീണ്ടും പ്രതിമ നാശത്തിന്റെ വക്കിലാണ്. ഗാന്ധിജിയുടെ പ്രതിമ സംരക്ഷിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിളിച്ചു ചേർക്കുന്ന നാട്ടുകാരുടെ പൊതുയോഗം വ്യാഴാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 3:30 ദേവസ്വം കാര്യാലയത്തിലെ കുറൂരമ്മ ഹാളിലാണ് യോഗം. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിക്കും. ആനയോട്ടത്തിന് ഉത്സവ ചടങ്ങുകൾക്കുമായി നാട്ടുകാരെ ഉൾപ്പെടുത്തി സബ് കമ്മിറ്റികൾ രൂപീകരിക്കും. മാർച്ച് 10 പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം. ആനയോട്ടത്തിന് ശേഷം രാത്രി കൊടിയേറുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവം മാർച്ച് 19 ആറാട്ടോടെ സമാപിക്കും. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഭിന്നശേഷി ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശാരി ശിവൻ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, രാജി വേണു, PK ആസീസ്, AA കൃഷ്ണൻ, രമ ബാബു, KK ജയന്തി, ഷീബ ചന്ദ്രൻ, ICDS ഓഫീസർ സുനന്ദി, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ VL ബിജു, ഹെഡ് ക്ലർക്ക് പ്രേം, പഞ്ചായത്തിലെ അംഗൻവാടി ജീവനക്കാർ, വിവിധ വാർഡുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാർ തുടങ്ങിയവർ ഗ്രാമസഭയിൽ പങ്കെടുത്തു. കുന്നംകുളം ഗുരുവായൂർ വടക്കേക്കട സ്റ്റേഷൻ പരിധികളിൽ ലോട്ടറി തട്ടിപ്പുകാർ വിലസുന്നു. ചില്ലറ ലോട്ടറി വിൽപ്പനക്കാരെയാണ് തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നത്. ലോട്ടറി എടുക്കാനെന്ന വ്യാജേന എത്തുന്ന തട്ടിപ്പുകാർ ലോട്ടറി വാങ്ങി നോക്കുകയും പിന്നീട് തിരിച്ചേൽപ്പിക്കുമ്പോൾ പഴയ ലോട്ടറികൾ നൽകുകയാണ് ചെയ്യുന്നത്. പിന്നീട് വേറൊരാൾക്ക് ലോട്ടറി വിൽപ്പന നടത്തുമ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം വിൽപ്പനക്കാർ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും തട്ടിപ്പുകാർ സ്ഥലം വിട്ടിരിക്കും. നായരങ്ങാടി സെന്ററിൽ ലോട്ടറി വിൽപ്പനക്കാരനായ വയലത്തൂർ സ്വദേശി കണ്ണന്റെ കയ്യിൽ നിന്നും 200 ലോട്ടറികളാണ് തട്ടിയെടുത്തത്. 10,000 രൂപയോളം നഷ്ടം സംഭവിച്ചു. കോട്ടപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് അലിയുടെ പക്കൽ നിന്നും കാവിലക്കാട് ഭാഗത്ത് വെച്ച് 340 ടിക്കറ്റോളം തട്ടിയെടുത്തു. 12,000 രൂപ നഷ്ടമായി. അത് കാവിലക്കാട് പൂരായിരുന്നു. അപ്പോൾ കോട്ടപ്പടിക്ക് ആരുമില്ല. അപ്പോൾ ഞാൻ അത്തിലേട്ടനോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോകാനെങ്കിൽ ഈ ചെങ്ങായി ഒരു കണ്ണം വന്നിട്ട് 4 ടിക്കറ്റ് മേടിച്ച് 200 കൊടുത്തു 50 ബാക്കി കൊടുത്തു. അങ്ങനെ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ആ പോക്കറ്റ് റോഡിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ അവിടെ കാത്തുനിന്ന് കാണിച്ച് 4 ടിക്കറ്റ് കൂടി വേണം പറഞ്ഞു. അങ്ങനെ 3 ടിക്കറ്റ് മേടിച്ച് കാണിച്ച് 150 തന്ന് 30 തിരിച്ചു കൊടുക്കണമെന്ന് വെച്ച് ഇയാളുടെ കയ്യിലൊരു കവറുണ്ട് കല്ല്. ഈ കല്ലിൻ്റെ മാറ്റി പെട്ടെന്ന് ഇട്ട് അതിൽ പാക്കുണ്ട്. ഈ പാക്കിൻ്റെ മറിയിലാണ് അയാളുടെ പഴയ ടിക്കറ്റ് വെച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ ആ തിരിച്ചു നോക്കുമ്പോൾ പല കളറും പല ഇതൊന്നും. അങ്ങനെ ഇടാന്ന് വിളിക്കുമ്പോഴേക്ക് എനിക്ക് ഗുരുവായൂർ പോകണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കിന് പോകുന്നു. കണ്ണൻ വടക്കേക്കാട് സ്റ്റേഷനിലും മുഹമ്മദ് അലി കണ്ടാണശ്ശേരി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. പോലീസ് പരിസരത്തുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല. നിരപരാധികളായ വിൽപ്പനക്കാരാണ് തട്ടിപ്പിന് ഇരയാകുന്നത്. ഞാനൊരു വാടകയ്ക്കാണ്, എനിക്ക് വാടക കൊടുക്കണം.
ഒക്കെ പിന്നെ ഈ കാശ് മേടിച്ച കടം വീടണോ കൂടി വരുമ്പോൾ ഒരു 10-13 ടിക്കറ്റ് ഉണ്ട് പോയി. ഒരു 340 ടിക്കറ്റ് പോയി. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പുന്നൂർകുളം കടിക്കാട് ശ്രീ കരിമ്പനക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് തുടക്കമായി. 28 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലാണ് വേല മഹോത്സവം നടക്കുന്നത്. ചൊവ്വാഴ്ച വേല മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി കണ്ണൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റവും തുടർന്ന് പൊങ്കാലയും ഉണ്ടായിരുന്നു. പൊങ്കാല സമർപ്പണത്തിൽ 100 കണക്കിന് അമ്മമാർ പങ്കെടുത്തു. ബുധനാഴ്ച ചുറ്റുവിളക്ക് നടന്നു. വ്യാഴാഴ്ച താലം, വെള്ളിയാഴ്ച വേല ആഘോഷം. വൈകിട്ട് 7 മണിക്ക് സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ടാകുമെന്ന് ക്ഷേത്രം സെക്രട്ടറി ഷിമോദ് കാക്കശ്ശേരി, പ്രസിഡന്റ് CK സുമേഷ്, ട്രഷറർ അനിൽ പാലക്കൽ, ജോയിന്റ് സെക്രട്ടറി രതീഷ്, വൈസ് പ്രസിഡന്റ് ശശി പട്ടേൽ, രക്ഷാധികാരി രാജൻ പയ്യർലി തുടങ്ങിയവർ അറിയിച്ചു. പുതുശ്ശേരി ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ കന്യകാമറിയത്തിന്റെയും സെബസ്തിനോസിന്റെയും അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. തിരുനാളിനോടനുബന്ധിച്ച് കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6:15 നവനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രസിഡന്റിമാരെ വാഴിക്കൽ എന്നീ തിരുകർമ്മങ്ങൾ നടക്കും. ബുധനാഴ്ച രാവിലെ നവവൈദികനായ ഫാദർ ജാക്സൺ തെക്കേക്കര കാർമ്മികനായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവ നടന്നു. വൈകിട്ട് 7 മണിക്ക് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇടവക വികാരി ഫാദർ റോജോ എലവത്തിങ്കൽ നിർവഹിച്ചു. വ്യാഴാഴ്ച രാവിലെ ഇടവക വികാരിയുടെ കാർമ്മികത്വത്തിൽ ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവ നടക്കും. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, വള എന്നിവയുടെ വെഞ്ചിരിപ്പും ഉണ്ടാകും. രാത്രി കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. നവവൈദികനായ ഫാദർ ആൽവിൻ പാട്ടിയേക്കൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. ഇടവകാംഗം ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട് സഹകാർമ്മികനാകും. വൈകിട്ട് 5:30 ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. വൈകിട്ട് 7 മണിക്ക് തൃശൂർ കലാസദൻ ഒരുക്കുന്ന ഗാനമേള അരങ്ങേറും. ഫെബ്രുവരി 1 രാവിലെ 6:30 ഇടവകയിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ദിവ്യബലിയോടുകൂടി തിരുനാളിന് സമാപനമാകും. വികാരി ഫാദർ റോജോ എലവത്തിങ്കൽ, കൈക്കാരന്മാരായ PJ പ്രിൻസൺ, TD സിൽജോ, TJ ഫ്രാങ്കോ, ജനറൽ കൺവീനർ TJ സാബു എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. വേലൂർ തോന്നലൂരിൽ തെങ്ങ് കടപുഴകി റോഡിന് കുറുകെ വീണു. സംഭവസമയം റോഡിലൂടെ വാഹനങ്ങൾ വരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പാഴിയോട്ടുമുറി വേലൂർ റോഡിൽ ബുധനാഴ്ച വൈകിട്ട് 4:00-ഓടെയാണ് സംഭവം. റോഡിന് കുറുകെ വീണ തെങ്ങിന്റെ മുകൾ ഭാഗം വൈദ്യുതി കമ്പികളുടെ മുകളിൽ വീണ നിലയിലായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ KSEB ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തെങ്ങ് മുറിച്ചുമാറ്റി വൈദ്യുതി ബന്ധവും ഗതാഗതവും പുനഃസ്ഥാപിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വയോജന ഗ്രാമസഭ സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന വയോജന ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശാരി ശിവൻ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, രാജീവ് വേണു, PK അസീസ്, AA കൃഷ്ണൻ, രമ ബാബു, KK ജയന്തി, ഷീബ ചന്ദ്രൻ, ICDS ഓഫീസർ സുനന്ദി, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ അങ്കണവാടി ജീവനക്കാർ, വിവിധ വാർഡുകളിൽ നിന്നുള്ള വയോജനങ്ങൾ തുടങ്ങിയവർ ഗ്രാമസഭയിൽ പങ്കെടുത്തു. ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗത്തിനെതിരെ ചിത്രരചന തീർത്ത് ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ചാവക്കാട് ബീച്ച് ലവേഴ്സ് പ്രവർത്തകരുടെ പിന്തുണയോടെയാണ് ബീച്ചിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ചിത്ര പ്രദർശനം നടത്തിയത്. കുടുങ്ങിയാൽ ജീവനെടുക്കും കുരുക്കാണ് ഈ കയർ എന്ന ശീർഷകത്തിലായിരുന്നു ചിത്രരചന. ഗൗരി നന്ദന, ലക്ഷ്മി ദയാൽ, റിയ ഫാത്തിമ, സോമനാഥൻ എന്നീ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. ബീച്ച് ലവേഴ്സ് പ്രവർത്തകരും സംബന്ധിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ മുകുളം കിഡ്സ് ഫെസ്റ്റ് ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. PTA പ്രസിഡന്റ് OV ഷനോജ്, പ്രോഗ്രാം ചെയർപേഴ്സൺ ഉദയകൃഷ്ണ, SMC ചെയർമാൻ TG കണ്ണൻ, MPTA പ്രസിഡന്റ് ശിവരഞ്ജിനി ശ്രീജിത്ത്, SMG കൺവീനർ KA മനോജ്, OSA ചെയർമാൻ KV ഷൈബു, അധ്യാപകരായ ഷാബിറ, ദിനി എന്നിവർ സംസാരിച്ചു.
സേവാഭാരതി കുന്നംകുളം യൂണിറ്റ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നടത്തിവരുന്ന അന്നദാനം 3 വർഷം പിന്നിടുന്നു. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും ഭക്ഷണ വിതരണവും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ OS മണികണ്ഠൻ നിർവഹിച്ചു. സേവാഭാരതി കുന്നംകുളം സമിതി പ്രസിഡന്റ് VA ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. തലക്കോട്ടുകര ശിവക്ഷേത്രം മുൻ മേൽശാന്തി വെട്ടിക്കാട്ടൂർമന നാരായണൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു. നമ്പൂതിരിയുടെ പത്നി ശ്രീദേവി അന്തർജനം, സേവാഭാരതി ജില്ലാ സെക്രട്ടറി ഗീത ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ദ്വിദിന സെമിനാർ സംഘടിപ്പിച്ചു. ഇക്കണോമിക്സ് വിഭാഗവും ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചും ചേർന്ന വിഷൻ വികസിത ഭാരത് അറ്റ് 2047 എന്ന പേരിൽ സംഘടിപ്പിച്ച സുസ്ഥിര സാമ്പത്തിക വളർച്ച ഗവേഷണത്തിലൂടെയും നൂതന സാങ്കേതികവിദ്യയിലൂടെയും എന്ന സെമിനാർ പ്രമുഖ ധനതത്വശാസ്ത്രജ്ഞനും അമേരിക്കൻ പ്യൂർട്ടോ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഡോക്ടർ ജസ്റ്റിൻ പോൾ ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ജോസ്, കുസാറ്റ് കൊച്ചി സർവകലാശാലയിലെ ഡോക്ടർ സ്മിജു IS എന്നിവർ മോഡറേറ്റർമാരായി. വിവിധ കോളേജുകളിൽ നിന്നും നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത് പ്രബന്ധം അവതരിപ്പിച്ചു. മികച്ച പ്രബന്ധത്തിനുള്ള പുരസ്കാരം ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ദിൽന റോസ് കരസ്ഥമാക്കി. ധനതത്വശാസ്ത്ര വിഭാഗത്തിന്റെ മാസിക ദി എലിയേറ്റിന്റെ പ്രകാശനവും നടന്നു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J. ബിൻസി, എക്കണോമിക്സ് വകുപ്പ് മേധാവിയും സെമിനാർ ഡയറക്ടറുമായ ഡോക്ടർ നീതു S. അറക്കൽ എന്നിവർ സംസാരിച്ചു. ഞമനേങ്ങാട് പ്രകാശ് ലൈബ്രറി ആർട്സ് ആൻഡ് ഗെയിംസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഗലയ 2025 ലളിതഗാന മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥിനി M. നവ്യ 1ാം സ്ഥാനം നേടി. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ NM ശിവാനി 2ാം സ്ഥാനം കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ പുന്നൂർക്കുളം രാമരാജ സ്കൂളിലെ പ്രാർത്ഥന ജയപ്രകാശ് 1ാം സ്ഥാനവും ആറ്റുപുറം സെന്റ് ആന്റണീസ് UP സ്കൂളിലെ നബ്ബ മറിയം 2ാം സ്ഥാനവും നേടി. പ്രശസ്ത സിനിമാ താരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് AK ജോൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KS പ്രദീപ്, സെക്രട്ടറി EA മുഹമ്മദ് അലി, EA മുഹമ്മദ് ഷെരീഫ്, ശ്രീധരൻ മാക്കാലിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ ചുങ്കം നാണുപടി കനാൽ പരിസരത്ത് അറവു മാലിന്യം തള്ളിയ നിലയിൽ ചാക്കുകളിലാക്കിയാണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. പ്രദേശത്ത് ദുർഗന്ധവും രൂക്ഷമാണ്. തെരുവുനായ ശല്യവും വർദ്ധിച്ചു. തെരുവുനായയെ ഭയന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രികർക്ക് ഇതുവഴി പോകാൻ സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. മാലിന്യ നിക്ഷേപം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വാർഡ് മെമ്പർ വിജിനി ഗോപി സ്ഥലം സന്ദർശിച്ചു. എടക്കഴിയൂർ CD സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ട് 2023-25 ബാച്ച് സീനിയർ കേഡറ്റുകൾക്കുള്ള പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു. ഗുരുവായൂർ ഡിവിഷൻ SPC പ്രോജക്ട് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ശ്രീജി കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാനേജർ RP സിദ്ദിഖ്, പുന്നൂർ പഞ്ചായത്ത് മെമ്പർ AC ബാലകൃഷ്ണൻ, ഹെഡ് മാസ്റ്റർ ജോഷി ജോർജ്, PTA പ്രസിഡന്റ് സുരേന്ദ്രൻ, CPO PK സിറാജുദ്ദീൻ, SCPO PM ഷജീന എന്നിവരും പോലീസ് ഓഫീസർമാരും അധ്യാപകരും രക്ഷകർത്താക്കളും പൈനിയർ സൂപ്പർ സീനിയർ കേഡറ്റുകളും പങ്കെടുത്തു. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മകരവേല ആഘോഷിച്ചു. തേരണ്ടി, അരിക്കാട്ടുകുണ്ട്, കുറുപ്പ്, വള്ളുവൻ ദേശങ്ങൾ ചേർന്നാണ് ആഘോഷങ്ങൾ നടത്തിയത്. വൈകിട്ട് കാള, വട്ട, മുടി, ഭൂതം, കരിങ്കാളി, കുട, പാട്ട് എന്നിവയുമായി നിരവധി കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് കരിമരുന്ന് പ്രയോഗവും നടന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്തും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പും സംസ്ഥാന ആയുഷ് വകുപ്പും സംയുക്തമായി പഞ്ചായത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, പഞ്ചായത്ത് അംഗം രാജി മണികണ്ഠൻ, എളവള്ളി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിൻസി പോൾ, ഡോക്ടർ അർച്ചന, SC പ്രൊമോട്ടർ VS സ്വാതി എന്നിവർ സംസാരിച്ചു. വാഗ കാക്കത്തുരുത്ത് സങ്കേതത്തിലാണ് ക്യാമ്പ് നടത്തിയത്. പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി. കടവല്ലൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുക, തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തുക,
ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി വി ഗിരിജയ്ക്ക് നിവേദനം നൽകിയത്. കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, പ്രസിഡന്റ് സൈനബ, കമ്മിറ്റി അംഗങ്ങളായ കെ.ഇ. സുധീർ എന്നിവർ പങ്കെടുത്തു. കരിക്കാട് മേഖലയിൽ പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന സുബൈറിന്റെയും ഇല്യാസിന്റെയും ഓർമ്മയ്ക്കായി ജീവകാരുണ്യ സൊസൈറ്റി രൂപീകരിച്ചു. ജനസേവന രംഗത്ത് സുബൈറിന്റെയും ഇല്യാസിന്റെയും മാതൃക പിന്തുടർന്ന് ജമാൽ കരിക്കാട് ചെയർമാനായും നിഷാദ് ചന്ദനത്തേതിൽ കൺവീനറായും ജെയിൻ ജോർജ് ട്രഷററായും രൂപീകരിച്ച സൊസൈറ്റിയുടെ ഓഫീസ് റൂമിന്റെ ഉദ്ഘാടനം ചാരിറ്റിയുടെ രക്ഷാധികാരിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ M. ബാലാജി നിർവഹിച്ചു. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് P.I. രാജേന്ദ്രൻ, കടവല്ലൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി K.E. സുധീർ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് M. K. മോഹനൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M. മുരളീധരൻ, K.P. ജയൻ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യ ദിവസം തന്നെ സൊസൈറ്റിയും മെഡ്കെയർ മെഡിക്കൽ സെന്ററും ചേർന്ന് 500 പേർ അടങ്ങുന്ന രക്തദാന പേന രൂപീകരിച്ചു. ഞമനങ്ങാട് മഹാദേവ ക്ഷേത്രത്തിൽ മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെ നടക്കുന്ന നവീകരണ കലശത്തിന്റെയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുടെയും ബ്രോഷർ പ്രകാശനം ചെയ്തു. നവീകരണ കലശ കമ്മിറ്റി ചെയർമാൻ T. മുകുന്ദൻ പണിക്കർ, ക്ഷേത്രം തന്ത്രി മടത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരിക്ക് ബ്രോഷർ പതിപ്പ് കൈമാറി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് P.V. വിജയൻ, സെക്രട്ടറി N.R. രാജേഷ്, വടക്കേക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീധരൻ മാക്കാലിക്കൽ, T. കൃഷ്ണദാസ്, പുഷ്കരൻ കാവീട്ടിൽ, രവി വെങ്കളത്ത്, ശ്യാം തയ്യിൽ, V.R. ജനാർദ്ദനൻ, ക്ഷേത്രം തന്ത്രിമാരായ സൂരജ് നമ്പൂതിരി, ഗിരീശൻ നമ്പൂതിരി, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ച് 28 മുതൽ നടക്കുന്ന നവീകരണ കലശത്തിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 23-ന് ലക്ഷദീപ സമർപ്പണവും നടക്കും. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തലത്തിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ബെത്ത് എക്സ്ലോ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ്, PTA വൈസ് പ്രസിഡന്റ് കിൽസി കിൽക്കർ, സ്റ്റാഫ് സെക്രട്ടറി M.J. ശ്രീനിവാസ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കരുണ സംഗമവും അമ്മമാർക്കുള്ള പെൻഷൻ വിതരണവും ഗുരുവായൂർ മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ KB സുരേഷ് അധ്യക്ഷത വഹിച്ച സംഗമം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് KM ബിജു ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളി പെൻഷൻ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് വിനീത് മോഹൻ, ട്രഷറർ പോളി ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് ഭിന്നശേഷിക്കാർക്കായുള്ള ഉപകരണങ്ങൾ നൽകി. ഭിന്നശേഷിക്കാർക്കായുള്ള പാരാ ഒളിമ്പിക്സ് സംസ്ഥാന ജേതാക്കളായ ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളായ ഐഷ അസി, ആൽബിൻ മാളിയക്കൽ, KR ശരത്, അസുറ എന്നിവർക്ക് മൊമന്റോ നൽകി ആദരിച്ചു. അതിഥികളെ കരുണ ഫൗണ്ടേഷൻ ട്രഷറർ സോമശേഖരൻ പിള്ള പൊന്നാടയണിയിച്ച് ആദരിച്ചു. റിട്ടയർഡ് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ പുരുഷോത്തമ പണിക്കർ, റിട്ടയർഡ് സിൻഡിക്കേറ്റ് ബാങ്ക് മാനേജർ നന്ദകുമാർ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. കരുണ വൈസ് ചെയർമാൻ ശ്രീനിവാസൻ ചുള്ളിപ്പറമ്പിൽ, ട്രഷറർ സോമശേഖരൻ, ജോസ് സുവർണ, സുഗതൻ K, ബക്കർ KK, കുമാരൻ കുന്നംകുളം, ശക്തിധരൻ, ഗീതാ സുരേഷ് തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി. ഗാനമേളയും സ്നേഹവിരുന്നുമുണ്ടായി. കരുണ ഫൗണ്ടേഷൻ സെക്രട്ടറി സതീഷ് വാര്യർ സ്വാഗതവും വൈസ് ചെയർമാൻ ശ്രീനിവാസൻ ചുള്ളിപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. വെള്ളക്കെട്ട് മൂലം നിർത്തിവെച്ച പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലം പണി പുനരാരംഭിച്ചു. മഴക്കാലത്തിന് മുൻപ് പാലം പണി പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കരാറുകാർ. തോട്ടിൽ താൽക്കാലിക തടയണ നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തിയാണ് പണി നടത്തുന്നത്. ബാക്കിയുള്ള തൂണുകളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 6 തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. കാട്ടകമ്പാൽ, വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കാനായി നിർമ്മിക്കുന്ന കരിച്ചാൽ കടവ് പാലം കം ചെക്ക് ഡാമിന്റെ നിർമ്മാണം 2018-ലാണ് തുടങ്ങിയത്. 1.5 വർഷമായിരുന്നു നിർമ്മാണ കാലാവധി. എന്നാൽ 4 വർഷം കഴിഞ്ഞിട്ടും പാലം പണി പാതി പോലും പൂർത്തിയായിട്ടില്ല. തുടർന്ന് 2023-ൽ സംസ്ഥാന സർക്കാർ കരാർ റദ്ദാക്കി പുതിയ കരാർ നൽകുകയായിരുന്നു. പാലത്തിനായി പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന നാട്ടുകാർക്ക് ഇത്തവണയെങ്കിലും നിർമ്മാണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയാണ്. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ തൈറോയ്ഡ് ബോധവൽക്കരണ ക്ലാസും സൗജന്യ പരിശോധനയും നടത്തി. വാർഡ് മെമ്പർ വിജിനി ഗോപി അധ്യക്ഷയായി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളി ഹാളിൽ
സാംക്രമികേതര രോഗങ്ങളുടെ പരിശോധനയും നടന്നു. 100 ദിന ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആരോഗ്യ പ്രവർത്തകരായ ദീപകുമാർ, രാജേഷ്, വിനീത്, വനജ, പ്രീജ, റോസി എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ NK ഹരിദാസൻ, പഞ്ചായത്ത് അംഗം KT ഷാജൻ, PTA പ്രസിഡന്റ് സാബു ഐനൂർ, പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി, പ്രധാന അധ്യാപിക മേഴ്സി മാത്യു, വിരമിക്കുന്ന അധ്യാപകരായ PM മെഹർ നിഖാർ, KJ ലോല എന്നിവർ സംസാരിച്ചു. ദേശീയ സംസ്ഥാനതല മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ഗുരുവായൂരിൽ നിന്നും ഇനി KSRTC ബസ്സിൽ പാട്ടുകേട്ട് ഉല്ലാസയാത്ര നടത്താം. ഉല്ലാസയാത്ര വാട്സ്ആപ്പ് കൂട്ടായ്മ സ്വരൂപിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ മ്യൂസിക് സിസ്റ്റം KSRTCക്ക് കൈമാറി. ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി നവംബർ 24-ന് NK അക്ബർ MLA ആണ് ഉല്ലാസയാത്ര ഉദ്ഘാടനം ചെയ്തത്. KSRTC ബസ്സിൽ 10 യാത്രകളാണ് ഇതുവരെ നടത്തിയത്. നെല്ലിയാമ്പതി, മലയ്ക്കപ്പാറ, കാന്തല്ലൂർ, ഗവി എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ഹൃദ്യമായി. ഇതോടെ യാത്രക്കാർ കൂട്ടായ്മ രൂപീകരിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. 1300 പേരാണ് ഇതുവരെ ഗ്രൂപ്പിലുള്ളത്. യാത്രയിൽ പാട്ടു കേൾക്കണമെന്നുള്ളവർ ആഗ്രഹം ഗ്രൂപ്പിൽ പങ്കുവച്ചു. അങ്ങനെ ഗ്രൂപ്പിലുള്ളവർ ചേർന്ന് 13,000 രൂപ സ്വരൂപിച്ച് മ്യൂസിക് സിസ്റ്റം വാങ്ങി. ഗുരുവായൂർ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ കൂട്ടായ്മ അംഗം സദാശിവൻ മധുക്കരയുടെ നേതൃത്വത്തിൽ സിസ്റ്റം KSRTCക്ക് കൈമാറി. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ KP രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. ബജറ്റ് ടൂറിസം കോർഡിനേറ്റർ NR ഷൈജു ടൂറിസം പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ഇൻസ്പെക്ടർ PV ജോസഫ്, KK ഷിജു, ജോഷി വടക്കൻ, TS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ 106-ാം വാർഷികാഘോഷം ജനുവരി 31-ന് നടക്കും. നഗരസഭാ അധ്യക്ഷ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിക്കും. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി റാവു ബഹദൂർ ഗോവിന്ദൻ എന്ന ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥൻ കാസർഗോഡ് മുതൽ നാട്ടിക വരെയുള്ള തീരദേശങ്ങളിൽ സ്ഥാപിച്ച മത്സ്യത്തൊഴിലാളി വിദ്യാലയങ്ങളിലൊന്നാണ് പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ. 1919-ലാണ് സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. OA കുലവൻ മാസ്റ്റർ, K കേശവൻ മാസ്റ്റർ എന്നിവരായിരുന്നു ആദ്യകാല അധ്യാപകർ. സ്കൂൾ പരിസരത്തുള്ള തുപ്പരനാണ് ഈ സ്കൂളിനുള്ള സ്ഥലം നൽകിയത്. ആദ്യകാലത്ത് ഇവിടെ രാത്രികാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ക്ലാസ് നടത്തിയിരുന്നു. റേഷൻ കടയ്ക്ക് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി. റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തി. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, സോണി സക്കറിയ, MA അബ്ദുൾ റഷീദ്, NK അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് B വിജോയ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി. DCC എക്സിക്യൂട്ടീവ് അംഗം AT സ്റ്റീഫൻ, കോൺഗ്രസ് നേതാക്കളായ ജോയ് ചെറിയാൻ, AP ബാബു മാസ്റ്റർ, PS രാജൻ, മോഹൻകുമാർ പാലുവായ്, ലതാ പ്രേമൻ, AR അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിയന്നൂർ സെന്ററിലെ റേഷൻ കടയ്ക്ക് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി V വേണുഗോപാൽ, പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചാക്കോ, AM മൊയ്തീൻ, NA നൌഷാദ്, മണ്ഡലം ചാർജ് AD സാജു മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വേലൂർ പോസ്റ്റ് ഓഫീസ് റേഷൻ കട ഉപരോധിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വേലൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് KA മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിവേക് എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് യേശുദാസ് PP സ്വാഗതവും മുൻ മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ അമ്പക്കാട്ട് നന്ദിയും പറഞ്ഞു.
കരിക്കാട് കൊടിയഞ്ചിറ പൂരാഘോഷം വെള്ളിയാഴ്ച തെക്കേടത്ത് മന തറവാട്ടിൽ നിന്നും വൈകിട്ട് 3 മണിക്ക് ചെണ്ടമേളത്തോടുകൂടി ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. 4:45 ക്ഷേത്രനടയിൽ സമാപിക്കും. തുടർന്ന് ആരംഭിക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് 6 മണിയോടെ വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ 30ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളത്തോടുകൂടിയുള്ള നടപ്പുര മേളത്തോടുകൂടി സമാപിക്കും. തുടർന്ന് തിറ, കാള, കരിങ്കാളി എന്നിവരുടെ നടക്കൽ വരവും ദീപാരാധന, നാദസ്വരത്തോടുകൂടി നിറമാല, ചുറ്റുവിളക്ക് എന്നീ ചടങ്ങുകളും നടക്കും. പൂരത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നടപ്പുറ വ്യാഴാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം നടക്കും. ഫെബ്രുവരി 7-നാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം. ചൂണ്ടൽ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് പുതിയ ബാച്ചിന്റെ ക്യാപ്പിംഗ് സെറമണി നടത്തി. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പാൾ ഫാദർ വിൻസെന്റ് ചിറക്കമണവാളൻ ഉദ്ഘാടനം ചെയ്തു സന്ദേശം നൽകി. ലീഡർ ഹെറോൺ ബിജു കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. JRC കൗൺസിലർ ജോജു PV സ്വാഗതവും കൗൺസിലർ ശ്രീജ പുതുമനക്കൽ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡും ഉണ്ടായി. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോണ്ടിസോറി എക്സിബിഷൻ എക്സോട്ടിക്ക 2K25 സംഘടിപ്പിച്ചു. ICA മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ACP ബിജു KM മുഖ്യാതിഥിയായി. വടക്കേക്കാട് സ്റ്റേഷൻ SHO സതീഷ് K, മാനേജ്മെന്റ് അംഗങ്ങളായ ഷാഫി, ജാഫർ സാദിഖ്, കുഞ്ഞുമൊയ്തു തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈസ്കൂൾ പ്രിൻസിപ്പൽ P. അബ്ദുൽ ഗഫൂർ, വൈസ് പ്രിൻസിപ്പൽ MK മുഹമ്മദ് യൂനുസ്, മോണ്ടിസോറി ജൂനിയർ പ്രിൻസിപ്പൽ ഹാജറ ദൌലത്ത്, മറ്റ് ജൂനിയർ പ്രിൻസിപ്പൽമാരായ അജിതകുമാരി, ജോയ് വർഗീസ്, ഡാലിയ നബീൽ എന്നിവർ സംബന്ധിച്ചു. എക്സോട്ടിക്ക 2K25 ICA ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ മോണ്ടിസോറി സെക്ഷൻ്റെ വളരെ എല്ലാ വർഷവും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു എക്സിബിഷനാണ്. ഈ കിൻഡർ ഗാർഡനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലേണിംഗ് ബൈ ഡൂയിങ്, അതായത് പാഠ്യ പദ്ധതിയെ 5ആയി തരംതിരിച്ച് പ്രാക്ടിക്കൽ ലൈഫ്, സെൻസോറിയൽ, ലാംഗ്വേജ്, മാത്തമാറ്റിക്സ്, കൾച്ചറൽ, ഇങ്ങനെ കണ്ടറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ്. ഓരോ വർഷവും ഓരോ തീമാണ് ഉണ്ടാവാറ്. ഇത്തവണത്തെ നമ്മൾ ഒരു ഫ്രൂട്ട് എന്നുള്ള തീമാണ് എടുത്തത്. അപ്പോൾ അതിൽ ഉയർന്നു വന്നത് വാട്ടർമിലൻ ആണ്. അപ്പോൾ വാട്ടർമിലൻ എന്നുള്ള ഒരു തീമോട് കൂടിയിട്ട് നമുക്കത് ഇവിടെ നല്ല രീതിയിൽ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തണ്ണിമത്തൻ പ്രമേയമാക്കി അലങ്കരിക്കപ്പെട്ട കവാടങ്ങളും സ്റ്റാളുകളും മറ്റും ആകർഷകമായി. വയനാട് ദുരന്തം ആസ്പദമാക്കി സ്കൂൾ ചിത്രരചന അധ്യാപകൻ സലീമിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്റ്റാൾ വേറിട്ട അനുഭവമായി. മോണ്ടിസോറി കരിക്കുലം ആസ്പദമാക്കി അധ്യാപകരും വിദ്യാർത്ഥികളും തയ്യാറാക്കിയ മോഡലുകളും ശ്രദ്ധേയമായി. 2 ദിവസങ്ങളിലായി നടന്ന എക്സിബിഷനിൽ 1000ഓളം പേർ പങ്കെടുത്തു. KSU ജില്ലാ ജനറൽ സെക്രട്ടറി ആദിത്യനും നിഹാൽ റഹ്മാനും നേരെ SFI DYFI പ്രവർത്തകർ വീടുകളിലെത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളുടെയും ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. ഡിസോൺ കലോത്സവത്തിലുണ്ടായ സംഘർഷത്തിൽ പ്രതിയാക്കപ്പെട്ട KSU നേതാക്കളുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഭീഷണികളും വെല്ലുവിളികളുമായി ഇവർ എത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചവരെ പ്രതികളാക്കുകയും അവരുടെ വീടുകളിൽ കയറി അതിക്രമം നടത്താൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. KSUവിന്റെ തൃശൂർ ജില്ലാ ചുമതലയുള്ള DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ, DCC സെക്രട്ടറി PJ രാജു, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ശശി മംഗലം, വിജയൻ എങ്കക്കാട് എന്നിവർ ആദിത്യന്റെ വീട്ടിലെത്തി. ഇത് സ്ഥിരം SFIയുടെ ഒരു പരിപാടിയാണ്. KSUവിന് യൂണിവേഴ്സിറ്റി യൂണിയൻ കിട്ടുന്ന സമയത്തൊക്കെ നമുക്കറിയാം കൊച്ചനിയൻ വിഷയം വർഷങ്ങൾക്ക് മുമ്പുണ്ടായത് ഇതുപോലെ തന്നെ കലോത്സവം അലങ്കോലപ്പെടുത്ത SFI നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആയുധങ്ങളായിട്ട് വന്ന ആളുകൾക്ക് അവസാനം നിവൃത്തിയില്ലാതെ KSU പ്രവർത്തകർ അത് വാങ്ങിച്ച് തിരിച്ചു പ്രയോഗിക്കേണ്ട ഒരു സ്ഥിതി വന്നുകൊണ്ടാണ് കൊച്ചനിയൻ എന്ന് പറയുന്ന ഒരു SFIക്കാരൻ ദാരുണമായി കൊല്ലപ്പെട്ടത്. അതേ അവസ്ഥ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഇപ്പോൾ ഹോളി ക്രൈസിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് SFI ഉദ്ദേശിച്ചത്. ഇനി മകൻ തിരിച്ചു വരില്ല, നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും, അങ്ങനെ SFIയോട് കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിക്കാണ് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിപ്പോയത്. അതുപോലെ നിഹാൽ റഹ്മാൻ്റെ വീടിൻ്റെ മുന്നിലും SFIക്കാർ കൂട്ടം കൂടി നിന്ന് ആക്രമിക്കാനുള്ളൊരു ശ്രമം നടത്തി. ഞങ്ങൾ അതിശക്തമായി SFIയുടെ ഈ അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കുകയാണ്. ആദിത്യൻ്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പ്രൊട്ടക്ഷനും കോൺഗ്രസ് പാർട്ടി കൊടുക്കും. കോൺഗ്രസ് നേതാവായിരുന്ന എരുമപ്പെട്ടി കുന്നത്തേരി താണിക്കൽ ഷാജുവിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. എരുമപ്പെട്ടി മണ്ഡലം 136 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അനുസ്മരണം നടത്തി. ബൂത്ത് പ്രസിഡന്റ് AK രവി അധ്യക്ഷനായി. MM സലീം, MC ഐജു, സുധീഷ് പറമ്പിൽ, MK ജോസ്, നജീബ് കൊമ്പത്തയിൽ, സഫീന അസീസ്, NK കബീർ, ചന്ദ്രപ്രകാശ് ഇടമന തുടങ്ങിയവർ പങ്കെടുത്തു.
ജനുവരി 18 മുതൽ 21 വരെ ഹരിയാന റോഹ്തക് MDU യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഓൾ ഇന്ത്യ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ ടീം കത്ത വിഭാഗത്തിൽ ജന്നത്തുൽ ഷെറിൻ ഗോൾഡ് മെഡലും ടീം കുമിത്തെ വിഭാഗത്തിൽ സാനിയ ബ്രോൺസ് മെഡലും കരസ്ഥമാക്കി ഖേലോ ഇന്ത്യ മത്സരത്തിന് യോഗ്യത നേടി. ഇരുവരും പഴഞ്ഞി MD കോളേജിലെ BA എക്കണോമിക്സ് വിദ്യാർത്ഥിനികളാണ്. കടവല്ലൂർ കിനോജി റിയു ഇന്ത്യ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായ് സുനിലിന്റെ കീഴിലാണ് കരാത്തെ പരിശീലിക്കുന്നത്. 45ാമത് സ്പോർട്സ് കൗൺസിൽ സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കടവല്ലൂർ കിനോജി റിയു കരാട്ടെ ടീമിന് മികച്ച വിജയം. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ, മലപ്പുറം ജില്ലകളെ പ്രതിനിധീകരിച്ചാണ് കിനോജി റിയു ഇന്ത്യ ടീം മത്സരിച്ചത്. വിവിധ വിഭാഗത്തിലെ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ ഗോൾഡ്, ബ്രോൺസ് മെഡലുകൾ കരസ്ഥമാക്കി. സെൻസായ് സുനിലാണ് മുഖ്യ പരിശീലകൻ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7560 രൂപ, പവന് 60,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം ചിറ്റഞ്ഞൂർ പാറയ്ക്കൽ കേശവൻ ഭാര്യ സരോജിനി നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. രവി, വിനയൻ, രാധാകൃഷ്ണൻ, സുമതി, ഷീല എന്നിവർ മക്കളാണ്. മരത്തങ്കോട് പരേതനായ ചുങ്കത്ത് സൈമൺ ഭാര്യ മാർത്ത നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു. കാട്ടകമ്പാൽ ചിറക്കൽ കോട്ടത്തേയിൽ അബൂബക്കർ നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഖബറടക്കം ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പരേതയായ സുഹറ, ഫാത്തിമ എന്നിവർ ഭാര്യമാരും. ഷാക്കിർ, ഷിജിത്ത്, സൽമ, പരേതനായ ഷമീർ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2 ദിവസങ്ങളിലായി നടന്ന പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുട നേർച്ചയ്ക്ക് സമാപനം. ആയിരങ്ങളാണ് നേർച്ചയുടെ ഭാഗമായി മണത്തലയിലേക്ക് ഒഴുകിയെത്തിയത്. ബസ്സിലേക്ക് ഓടിക്കയറുന്നതിനിടെ കാൽവഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ടക്ടർ മരിച്ചു. എളവള്ളി പറക്കാട് സ്വദേശി പറങ്ങനാട്ട് പീതാംബരൻ മകൻ 39 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.